ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ മീനുവിൻ്റെ വാക്കുകൾ അനുവിന് ആശ്വാസമാവുകയാണ് കേട്ടോ. അനുമോളെ, ഈ ലോകത്ത് മക്കൾ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കാൻ കഴിയുന്നത് അച്ഛനും അമ്മയ്ക്കും മാത്രമാണ്. നിന്റെ നിരപരാധിത്വം അച്ഛനും അമ്മയും തിരിച്ചറിയുകയും നിന്നെ പഴയ പോലെ സ്നേഹിക്കുകയും ചെയ്യും. നീ അവർക്ക് കുറച്ച് സമയം കൊടുക്കുക എന്ന് പറയാം. ഇത് കേൾക്കുന്ന അനു പറയും, എൻ്റെ അച്ഛൻ്റെ സ്നേഹത്തിന് വേണ്ടി എത്ര കാലം വേണേലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ മീനു ചേച്ചി. അവരെന്നെ പഴയ പോലെ സ്നേഹിച്ചാൽ മതി. അത് സംഭവിക്കും. ഈ മീനു ചേച്ചിയല്ലേ പറയുന്നേ? മീനു ചേച്ചിയുടെ വാക്കിനെ നീ വിശ്വസിക്കില്ലേ എന്ന് ചോദിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കില്ലെന്ന് അനുമോൾ ചേച്ചിക്ക് വാക്ക് തരണം. വാക്ക് താ എന്നും പറഞ്ഞ് മീനു കൈ നീട്ടുവാണ് കേട്ടോ. അപ്പോൾ അനു ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് മീനുവിൻ്റെ കൈക്കുമേൽ തൻ്റെ കൈകൾ വയ്ക്കുക. രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ദേവിയാണെങ്കിൽ മുറിയിൽ കുഞ്ഞിന് വേണ്ടി മേടിച്ച ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് ആലോചനയോടെ ഇരിക്കുക. അന്നേരമാണ് അങ്ങോട്ട് മീനു കടന്നു വരുന്നത്. അപ്പം അവിടെ കീറി പറിച്ചിട്ടിരിക്കുന്ന തൊട്ടിൽ കാണുമ്പം മീനു ചോദിക്കും, ഏടത്തി ഇതെന്താ സംഭവിച്ചത്? അപ്പം ദേവി പറയും, ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു, എൻ്റെ തെറ്റാ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം, ഞാൻ ഒറ്റ ഒരുത്തിയാ എന്നും പറഞ്ഞ് വേറെ ഏതോ ലോകത്തെന്ന പോലെ ദേവി സംസാരിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മീനു അടുത്തേക്ക് വരും. ഏടത്തി, ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏടത്തി ഇത്ര പെട്ടെന്ന് മറന്നോ എന്ന് ചോദിക്കുക. ഞാൻ എന്താ പറഞ്ഞു തന്നത്? അത് തന്നെ വീണ്ടും വീണ്ടും ഓർത്ത് ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തല്ലേ ഏടത്തി. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന നമ്മൾ പാസ്റ്റ് തന്നെ കുടുങ്ങിക്കിടക്കും. ഏടത്തിക്ക് മുന്നോട്ട് പോകണ്ടേ? മുന്നോട്ട് ഇനിയും ജീവിതം കിടക്കുമല്ലേ ഏടത്തി? ഈ പോയിന്റിൽ തന്നെ നിൽക്കാതെ മുന്നോട്ട് ചിന്തിക്കുക എന്ന് പറയാം. വേണ്ടേ, മുന്നോട്ട് പോകണ്ടേ എന്നും പറഞ്ഞ് ദേവിയെ കുലുക്കുക. അപ്പം ദേവി മീനുവിനെ നോക്കുവാണ് കേട്ടോ. ഇപ്പം മുന്നോട്ടുള്ള കാര്യങ്ങളെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ. വേറൊന്നിനെ പറ്റിയും ഇപ്പം ചിന്തിക്കണ്ട. നമുക്ക് സങ്കടം തരുന്ന കാര്യങ്ങൾ ഓർത്തോർത്ത് ഇങ്ങനെ കരയരുത് എടുത്തി എന്നും പറഞ്ഞ് മീനു ദേവിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ദേവിക്കുള്ള ആഹാരം എടുത്തുകൊണ്ട് അവൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുക. അപ്പോൾ അത് കാണുന്ന ദേവി പറയും, എനിക്ക് വേണ്ട മീനു, എനിക്ക് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഒരുപാട് മെഡിസിൻസ് ഒക്കെ ഉള്ളതാ. ഏടത്തെ സമയത്തിന് ആഹാരം കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുക. പ്ലീസ് മീനു, നീ അവിടെ വെച്ചിട്ട് പൊയ്ക്കോ, ഞാൻ കഴിച്ചോളാം കുറച്ച് കഴിയുമ്പം. അത് പറ്റില്ല, ഇപ്പം തന്നെ കഴിക്കണം എന്ന് പറഞ്ഞ് മീനു നിർബന്ധം പിടിക്കുക. ഒരു കാര്യം ചെയ്യാം, ഞാൻ വാരി തന്നോളാം എന്ന് പറയാണേ. അപ്പോഴും ദേവി ഒന്നും പറയാതെ അവിടെ തന്നെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ്. ഇത് കഴിക്കടത്തി എന്ന് പറയാം. വേണ്ട മീനു, പ്ലീസ് മീനു എന്ന് പറയാം. വേണം മീനു എന്നും പറഞ്ഞ് മീനു നിർബന്ധം പിടിക്കുകയാണേ. പക്ഷേ ദേവി കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. ഏടത്തി കഴിക്കെടുത്തി, വാ തുറക്ക് എന്ന് പറയാം. മീനുവിൻ്റെ നിർബന്ധത്തിന് ദേവി വാ തുറന്ന് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരിച്ചിരി ആഹാരം കഴിക്കുക. വാ തുറന്നേ, ഇത് കഴിച്ചേ, എനിക്ക് കഴിക്കാൻ പറ്റാഞ്ഞിട്ടാ, വേണ്ട മതി എന്നും പറഞ്ഞ് ദേവി ആകെ സങ്കടപ്പെടുമ്പം മീനുവാണ് നിർബന്ധിച്ച് ഓരോ വായായിട്ട് ദേവിയെ കൊണ്ട് കഴിപ്പിക്കുകയാണ്. മീനു, നിനക്ക് ഓർമ്മയുണ്ടോ എന്നും ദേവി ചോദിക്കുക. എന്താ എടുത്തി കൃത്യസമയത്ത് ആഹാരം കഴിക്കാൻ നിർബന്ധിക്കുന്നത്? എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് കൂടി വേണ്ടിയാണെന്ന് നീ എന്നോട് എപ്പോഴും പറയില്ലായിരുന്നോ? ഇപ്പം എൻ്റെ വയറ്റിൽ കുഞ്ഞൊന്നും ഇല്ലല്ലോ, പിന്നെ ആർക്ക് വേണ്ടിയാ നീ എന്നെ ഇങ്ങനെ നിർബന്ധം പിടിപ്പിച്ച് ആഹാരം കഴിപ്പിക്കുന്ന മീനു എന്ന് ചോദിക്കുക. ഞാൻ കൃത്യസമയം നോക്കി ആഹാരം ഒന്നും കഴിക്കേണ്ട ഒരാവശ്യവും ഇനിയില്ലല്ലോ. ആർക്ക് വേണ്ടിയാ? ഞാൻ കഴിച്ചാലും ഇല്ലേലും ഇനി എന്താ എന്ന് പറയുകയാണേ. ഇതേ സമയം തന്നെ ദേവിയുടെ റൂമിൻ്റെ വാതിക്കൽ വന്ന് അനു നിൽക്കുക കരഞ്ഞുകൊണ്ട്. അപ്പം അനുവിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ദേവി മീനും അവിടെ നോക്കുവാണ് കേട്ടോ. അനുമോക്കാണെങ്കിൽ ദേവിയുടെ അടുത്തേക്ക് വരാൻ പോലും പറ്റുന്നില്ല. അപ്പം ദേവി അനുവിനെ വിളിക്കുക. ഏടത്തി എന്നും പറഞ്ഞ് ദേവിയുടെ കാൽക്കീഴിലേക്ക് അനു ഇരിക്കുകയാണേ. എന്നിട്ട് പറയും, ഏടത്തിക്ക് എന്നോട് ദേഷ്യം ഉണ്ടാകുമെന്ന് എനിക്കറിയാം, പക്ഷേ ഏടത്തി എന്നോട് മാപ്പ് തരണേ ഏടത്തി, എന്നോട് വെറുപ്പ് കാണിക്കല്ലേ ഏടത്തി എന്നും പറഞ്ഞ് കൈ കൂപ്പുവാണ് കേട്ടോ. അത് കാണുമ്പോൾ ദേവി പറയും, മോളെ നീ എന്തൊക്കെയായി പറയുന്നേ? നിന്നോട് ഞാൻ എന്തിനാ ദേഷ്യം കാണിക്കുന്നേ? എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല, ആരോടും ഇല്ല എന്ന് പറയാം. ഞാൻ എൻ്റെ അനുമോളെ വെറുക്കാനോ? നീ എൻ്റെ അനിയത്തിയല്ലേ എന്ന് ദേവി ചോദിക്കുക. അത് കാണുന്ന മീനു പറയും, അനു മോളെ, നീ ഏടത്തെ കൂടുതൽ ഇങ്ങനെ പറഞ്ഞ് വിഷമിപ്പിക്കല്ലേ, കരയാതിരിക്കുക എന്നും പറഞ്ഞ് ദേവി അനുവിനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. ഏടത്തിക്ക് നിന്നോട് വെറുപ്പോ ദേഷ്യമോ ഒന്നുമില്ല എന്ന് മീനും പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും കേട്ടോ. അപ്പം ദേവി പറയും, സാരമില്ല മോളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ആ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടത് അത് എൻ്റെ ഭാഗ്യക്കേട് കൊണ്ടാണ്. എനിക്ക് വിധിച്ചിട്ടില്ലായിരുന്നു അനുമോളെ. അതിന് ആരെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. അല്ലാതെ നിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, എനിക്ക് വിധിച്ചിട്ടില്ലായിരുന്നു. അത് മനസ്സിലാക്കിയ ഞാൻ ജീവിക്കുന്നത് എന്ന് പറയാണ് കേട്ടോ. ഇതേ സമയമാണ് ആര്യനാണെങ്കിൽ ആ വഴിക്ക് പോകുന്നത്. അപ്പോഴാണ് ദേവിയുടെ മുറിയിൽ നിന്നും അനുവിൻ്റെ പദം പറഞ്ഞുള്ള കരച്ചിൽ കേൾക്കുന്നത്. അത് കേൾക്കുന്ന ആര്യൻ ഇവളെന്തിനാ കരയുന്നേ എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കും. എന്നെ സമാധാനിപ്പിക്കാൻ
സമാധാനിപ്പിക്കാൻ വേണ്ടി ഏടത്തി കള്ളം പറയണ്ട, അലോക് ഇങ്ങോട്ട് വന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് എന്ന് പറയാം. അത് കേൾക്കുന്ന ആര്യൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അലോകിൻ്റെ പേര് കേൾക്കുന്നത് കൊണ്ട് തന്നെ അവൾ എന്താ പറയുന്നതെന്നറിയാൻ ചെവി ഓർത്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആ അലോകുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിച്ചതാ. അവനോട് ഇങ്ങോട്ട് വരരുതെന്നും ഞാൻ പറഞ്ഞതാ. എന്നിട്ടും അവൻ ഇങ്ങോട്ട് കയറി വന്നതാ. എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഞാൻ പല വട്ടം അവനോട് പറഞ്ഞിട്ടും അവൻ അത് കേട്ടില്ല എടത്തി. അങ്ങനെയാ ഈ വക കാര്യങ്ങളൊക്കെ സംഭവിച്ചത് എന്ന് പറയാ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് അനു കരയാണ് കേട്ടോ. പിടിക്കപ്പെടുമെന്ന് അവന് തോന്നിയപ്പം രക്ഷപ്പെടാൻ വേണ്ടി അവൻ ഏടത്തിയുടെ വയറ് ചവിട്ടിയത് കൊണ്ടല്ലേ ഏടത്തിക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് എന്നും പറഞ്ഞ് അനു ദേവിയുടെ കാൽക്കലോട്ട് വീഴുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ആര്യന് വിശ്വസിക്കാനാകുന്നില്ല അനുവിൻ്റെ വാക്കുകളെ. മീന് പറയും, നീ ഇങ്ങനെ കരയല്ലേ അനു, കരഞ്ഞിട്ട് നീ എന്ത് കാര്യമാ, എല്ലാവരുടെയും വിഷമം കൂട്ടാമെന്നല്ലാതെ അതുകൊണ്ട് ഒരു ഫലം ഉണ്ടാകുന്നില്ലല്ലോ എന്ന് ചോദിക്കുക. ഇതേ സമയം എടി നശിച്ചവളെ എന്ന് ചോദിച്ചുകൊണ്ട് ആര്യനാണെങ്കിൽ അനുവിൻ്റെ അടുത്തേക്ക് വരിക. ഇത് കാണുന്ന ദേവിയും മീനും പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. എടി നശിച്ചവളെ, നീ ഒറ്റ ഒരുത്തം കാരണമല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പം മീനു ആണെങ്കിൽ ആര്യ അവളെ വിടടാ എന്ന് പറയാം. ആര്യം പക്ഷെ അനുവിനെ വലിച്ചടിച്ച് കവിള് നോക്കി നല്ല അടി കൊടുക്കുകയാണ്. എന്നിട്ട് മുടിയിൽ കുത്തി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. എടി നാശം പിടിച്ചവളെ, നിനക്ക് എങ്ങനെ തോന്നിയടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നും ചോദിച്ചുകൊണ്ട് വലിച്ചഴച്ചോണ്ടാ വരുന്നത്, വീടേട്ട എന്ന് പറയാം. പക്ഷെ അനുവിനെ വീണ്ടും വീണ്ടും ആര്യൻ തല്ലുകയാണ്. അപ്പോഴത്തേക്കും ദേവി ഈ ബഹളങ്ങളെല്ലാം കേട്ടുകൊണ്ട് അനുവിൻ്റെ പിന്നാലെ ചെല്ലാൻ തുടങ്ങുമ്പോഴത്തേക്കും ദേവിക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല, ഒട്ടും ആരോഗ്യമില്ല. അപ്പം മീനു പറയും, ഏടത്തി അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് പിടിച്ച് ദേവിനെ അവിടെ ഇരുത്തുക. ഏടത്തി എഴുന്നേക്കാൻ ശ്രമിക്കരുത്, ഏടത്തിയുടെ ശരീരം നല്ല വീക്കാ, എന്തൊക്കെ സംഭവിച്ചാലും ഏടത്തി അങ്ങോട്ട് വരരുത്, മനസ്സിലായോ എന്നും പറഞ്ഞ് മീനു ആര്യൻ്റെ പിന്നാലെ പോകുവാണ് കേട്ടോ. അതേസമയം ഈ ബഹളങ്ങളെല്ലാം കേട്ടുകൊണ്ട് ബാലനും ഗോമതി അങ്ങോട്ട് വരിക. അപ്പോഴത്തേക്കും ഗോമതി പറയും, എടാ ആര്യ അവളെ വിടടാ, നീ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ബഹളം വെച്ചുകൊണ്ട് വരുമ്പം ബാലൻ കൈകൊണ്ട് ഗോമതിയെ തടയും. എടി നാശം പിടിച്ചവളെ, നിനക്ക് എങ്ങനെ തോന്നിയടി അവനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ? നീ ഒറ്റ ഒരുത്തി കാരണമാണല്ലേടി ആനന്ദേട്ടനും ദേവിയേടത്തേക്കും ഇത്രയും വലിയ നഷ്ടമുണ്ടായത്. എന്നിട്ട് ഏടത്തിയുടെ കാലിൽ പോയി മാപ്പിരക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടി? നന്ദിയില്ലാത്തത്, നിന്നെയൊക്കെ എങ്ങനെ സ്നേഹിച്ചതാടി ഞാൻ, ഞങ്ങളുടെ പൊന്നനീത്തിയല്ലേ എന്ന് വിചാരിച്ച് നിന്നെ എന്തുമാത്രം സ്നേഹിച്ചതാ. താഴത്തും തലയിലും വെക്കാതല്ലേ ഞങ്ങൾ നിന്നെ വളർത്തിയത്. എന്നിട്ട് അവൾക്ക് ബന്ധം സ്ഥാപിക്കാൻ വേറെ ആരും കിട്ടിയില്ല. ആ നശിച്ചവനുമായിട്ട് ബന്ധം സ്ഥാപിച്ച് ഈ കുടുംബത്തെ ഇതുപോലെ തകർച്ചയിലെത്തിക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടി എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ആര്യൻ നമ്മുടെ അനുവിനെ കവളത്തും ഒക്കെ പിടിച്ച് നല്ല തല്ല. ഇത് കാണുന്ന മീനു പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഏടത്തി ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട എന്ന് മീനുവിനോട് ആരും പറയണം. അപ്പം ഇത് കണ്ടോട് നിൽക്കുന്ന ഗോമതിയെയും ബാലനെയും കാണുന്ന മീനു അവരുടെ അടുത്തേക്ക് ചെല്ലുക. അച്ഛൻ എന്താ ഈ നോക്കി നിൽക്കുന്നത്? നമ്മുടെ അനുമോളെ ആരും തല്ലുന്ന കാണുന്നില്ലേ അച്ഛ അവനെ ഒന്ന് പിടിച്ചു മാറ്റ്, അച്ഛൻ തല്ലണ്ടെന്ന് പറഞ്ഞാൽ അവൻ നിർത്തും എന്ന് പറയാം. അപ്പം ബാലൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. ബാലൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഗോമതിയും പ്രതികരിക്കാതെ നിൽക്കുക. അമ്മ കാണുന്നില്ല അമ്മേ, നമ്മുടെ അനുമോളല്ലേ അമ്മേ, അവളെ ഇങ്ങനെ തല്ലി അവൻ കൊല്ലും അമ്മേ, നമ്മുടെ അനുമൊക്കെ എന്തെങ്കിലും സംഭവിക്കും, അമ്മയൊന്ന് പിടിച്ചു മാറ്റമ്മേ എന്ന് പറയാം. അപ്പം നിസ്സംഗതയോടെ ഗോമതി നോക്കി നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ആകാശാണെങ്കിൽ ദേവമംഗലത്തേക്ക് വരിക. അപ്പോൾ ബൈക്ക് നിർത്തുമ്പം തന്നെ വീട്ടിൻ്റെ അകത്തു നിന്ന് കേൾക്കുന്ന ബഹളങ്ങളൊക്കെ കേട്ട് വേഗം അകത്തേക്ക് കയറി ചെല്ലുക. അപ്പോൾ അവൻ കയറി ചെല്ലുമ്പം കാണുന്നത് അനുവിനെ തല്ലി ചതിക്കുന്ന ആര്യനെയാണ്. അപ്പോൾ ആകാശ് പറയും, എന്താടാ നീ കാണിക്കുന്നത്? നമ്മുടെ അനിയത്തെ ഇങ്ങനെ തല്ലി ചതിക്കാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? വിടടാ എന്നും പറഞ്ഞ് ആര്യനെ തള്ളി ആകാശ് മാറ്റൂട്ടോ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഈ പാവത്തിനെ എന്തിനാ ഇങ്ങനെ തല്ലുന്നേ? അപ്പം മീനു എന്ന് അനുവിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കും, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ എന്നും പറഞ്ഞ് അവളുടെ മുഖത്ത് വന്ന പാടുകളൊക്കെ പിടിച്ചു നോക്കുകയാണ് കേട്ടോ. അപ്പം ആകാശ് ചോദിക്കും, ഇവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എന്തിനാ ഇങ്ങനെ തല്ലി ചതിക്കുന്നേ എന്ന് ആകാശ് ആര്യനോട് ചോദിക്കുക. ഇവൾ എന്താ ചെയ്തതെന്ന് ഏട്ടൻ അറിയണോ എന്ന് അപ്പം ആര്യൻ ചോദിക്കുകയാണ് കേട്ടോ. എന്ത് തെറ്റാ ചെയ്തത്? ഇങ്ങനെ തല്ലി ചതയ്ക്കാൻ മാത്രം ഇവൾ എന്ത് തെറ്റാ ചെയ്തത്? നമ്മുടെ ഏടത്തിയുടെ കുഞ്ഞിനെ നഷ്ടപ്പെടാനേ കാരണം ആരാന്ന് ഏട്ടൻ അറിയാവോ? ഇവൾ ഒറ്റ ഒരുത്തിയാ എന്ന് പറയാ ആര്യൻ. അത് കേൾക്കുമ്പോഴത്തേക്കും ബാലനും ഗോമതിയും കണ്ണടച്ചിരിക്കുവാണ് കേട്ടോ. അനു, നീ എന്തൊക്കെ ആരെയാ ഈ പറയുന്നത്? അത് നമ്മുടെ അനിയത്തിയാ, നിന്റെ തലയ്ക്ക് എന്താ വെളിവില്ലാതായോ? ഏടത്തി തെന്നി വീണതാടാ, അങ്ങനെ കുഞ്ഞ് നഷ്ടപ്പെട്ടത്. അങ്ങനെ എല്ലാവരും കൂടി നമ്മളെ വിശ്വസിപ്പിച്ചതാ, അല്ലാതെ അത് സത്യമല്ല ഏട്ടാ എന്ന് പറയാ. ഇവരെല്ലാം നമ്മളിൽ നിന്ന് സത്യം മറച്ചു വെച്ചതാ. ഇവൾ അലോകിനെ വിളിച്ച് മുറി കയറ്റിയേട്ടാ എന്ന് ആര്യൻ ആകാശിനോട് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മീനുവാണ് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുക. എല്ലാവരും
അറിഞ്ഞത് പ്രശ്നമായപ്പം രക്ഷപ്പെടാനായിട്ട് അലോക് ഏടത്തിയെ തൊഴിച്ചിട്ടതാ, അങ്ങനെയാ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് എന്ന് പറയാം. അത് കേൾക്കുന്ന അനു ആണെങ്കിൽ വീണ്ടും പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ. അപ്പം മീനു അങ്ങനെയല്ല എന്ന് പറയണമെന്നുണ്ട്, പക്ഷേ അവരെ രണ്ടുപേരുടെ മുന്നിൽ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊരവസ്ഥയിലാണ് ആകാശും ആര്യനും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മീനും നിശബ്ദത പാലിക്കാം. അപ്പം ആര്യൻ്റെ വായിൽ നിന്ന് കേട്ട വാർത്തയുടെ ഷോക്കിൽ ആകാശ് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുക. അനുമോൾ അങ്ങനെ ചെയ്യില്ല എന്ന് ആര്യൻ നോട് ആകാശ പയ്യെ പറയാണ് കേട്ടാ. ഇല്ലേട്ടാ, നമ്മൾ വിശ്വസിച്ച, നമ്മൾ സ്നേഹിച്ച നമ്മുടെ അനിയത്തിയ നമ്മളോട് ഇത്രയും വലിയ ചതി ചെയ്തത്, നമ്മുടെ കുടുംബത്തെ ഈ വിധം നമ്മുടെ ആ വിശ്വാസത്തെയും സ്നേഹത്തെയും ഏട്ടാ ഇവള് മുതലെടുത്തത്. ഇപ്പം ഏട്ടൻ ഇപ്പോഴും വിശ്വാസം വരുന്നില്ലേ? ഞാൻ ഇവളെ ഇവിടെ ഇട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിട്ടും നമ്മുടെ അച്ഛനും അമ്മയും ഇതിലിടപെട്ടോ എന്ന് ചോദിക്കുക. അവർ ഒരു ശബ്ദം എനിക്കെതിരെ ഉയർത്തിയോ? അപ്പം അതൊക്കെ കേൾക്കുമ്പം ആകാശിന് വിശ്വാസം വരികയാണ് കേട്ടോ. അപ്പം ഇതോട് കേൾക്കുമ്പം അനുവാണെ പേടിച്ച് വിറച്ച് നിൽക്കുക. സത്യമേ ഇവർക്കെല്ലാവർക്കും അറിയാം, നമുക്ക് മാത്രം സത്യം അറിയില്ലാത്തത്, അതുകൊണ്ട് ഇവർ മിണ്ടാതെ നിൽക്കുന്നത് എന്ന് പറയാം. ആരിൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പം ആകാശിനും അനുവിനോട് വല്ലാത്ത ദേഷ്യം തോന്നുന്നു. ഇനി എന്താ ഇവിടെ സംഭവിക്കും എന്നുള്ള പേടിയില്ല ഗോമതി നിൽക്കുന്നത്. ഇവളെ ഇനി വെച്ചേക്കരുത് ഇവിടെ എന്ന് പറയാ. അത് കേൾക്കുമ്പോഴത്തേക്കും മീനു ആണെങ്കിൽ അനുവിൻ്റെ മുന്നിലേക്ക് കയറി നിൽക്കുക. അനുമോളെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാ. എന്നിട്ട് ആരും പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പം ആകാശ് പറയും, ഇവളെ തല്ലിക്കൊല്ലുന്നതിന് മുൻപ് നമ്മുടെ കുടുംബത്തിൽ കയറി ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ആ മറ്റവനുണ്ടല്ലോ, ആ അലോക്, അവന് ഇനിയും ജീവിക്കാൻ വിടാൻ പാടില്ല. അവനിപ്പം എത്രാമത്തെ തവണ നമ്മുടെ കുടുംബത്തിൽ കയറി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അവൻ്റെ കഴുത്ത് നമുക്ക് എടുക്കണം എന്ന് ആകാശ് പറയാം. അത് കേൾക്കുമ്പം ഗോമതിയാണെങ്കിൽ പേടിച്ച് വരയ്ക്കുക. അയ്യോ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് എന്ന് ചോദിക്കാം. അതാടാ ആദ്യം ചെയ്യേണ്ടത്, അതിനുശേഷം ഇവക്കുള്ള ശിക്ഷ കൊടുക്കാം എന്ന് പറയാണേ. ഇത് കേൾക്കുന്ന ആര്യൻ പുറത്തേക്ക് പോവാം. അപ്പം മീനു പിന്നാലെ ചെല്ലും. ആര്യ, നീ ഇതെന്തു ഭാവിച്ച എന്ന് ചോദിച്ച്. അപ്പം ആകാശിൻ്റെ അടുത്തേക്ക് മീനു ചെന്നിട്ട് ചോദിക്കുക, ആകാശ് നീ എന്താ അവനോട് പറഞ്ഞത്? ഒന്നാമത്തെ നല്ല ദേഷ്യത്തിൽ നിന്ന ചെറുക്കനെ നീ വീണ്ടും ദേഷ്യം കൂട്ടിവിടുവല്ലേ ചെയ്തത്? അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും ആകാശെ എന്ന് മീനു ആകാശിനോട് പറയണേ കേട്ടോ. ഇതേ സമയം നമ്മുടെ ആര്യൻ അടുക്കളയിൽ ചെന്ന് കത്തിയൊക്കെ നോക്കുവാണേ. അയ്യോ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഗോമതി ബാലനോട് പറയാം. ബാലേട്ട, ഈശ്വര, ബാലേട്ട എന്തെങ്കിലും പറഞ്ഞ് അവരെ ഒന്ന് സമാധാനിപ്പിക്കും ബാലേട്ട, ഇല്ലെങ്കിൽ അവന്മാരെന്തെങ്കിലും ചെയ്തു കൂട്ടും. ഇതേ സമയം വീണ്ടും അവിടെയെല്ലാം നമ്മുടെ ആകാശ് പരതുവാണ് കേട്ടോ. എന്നിട്ട് വർക്കേരിയുടെ സൈഡിൽ നിന്ന് ഒരു വെട്ടുകത്തി കിട്ടുക. അതുമായിട്ട് ഹാളിലേക്ക് വരികയാണ്. എന്നിട്ട് ആകാശിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, ഏട്ടാ അവൻ്റെ കഴുത്ത് വെട്ടാനുള്ള ആയുധം നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇനിയും അവനെ ഇങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്നും പറഞ്ഞ് കൃഷ്ണമംഗലത്തേക്ക് പോകാൻ തുടങ്ങുക. അപ്പോൾ ആകാശ് പറയും, നമുക്ക് അവനുള്ള ശിക്ഷ കൊടുക്കണോടാ, ഈ ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് രണ്ടുപേരോട് പോകാൻ തുടങ്ങുമ്പോൾ മീനു അവരെ തടയാനായിട്ട് നോക്കും. ആകാശേ, ആര്യ, നിങ്ങളിത് എന്തു ഭാവിച്ചാ ഈ പോകാൻ നോക്കുന്നത്? ആകാശേ, നീ അവനോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കല്ലേ, ആര്യ നീ ഒന്ന് അടങ്ങ് എന്നും പറഞ്ഞ് മീനു ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. ഇത് കേൾക്കുന്ന ആകാശ് പറയും, മീനു ഇതിൽ നീ ഇടപെടാൻ നിൽക്കണ്ട, ഞങ്ങളുടെ അനിയത്തിയോട് ഇത്രയും വലിയ വൃത്തികേട് കാണിച്ച് ഏടത്തിയുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയ ആ നാശം പിടിച്ചവനെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ. അവൻ ഇനിയും കൃഷ്ണമംഗലത്ത് ജീവിച്ച അത് ദേവമംഗലത്തുള്ളവരെ ഓരോരുത്തർക്കും ദോഷം ചെയ്യും. അതുകൊണ്ട് അവൻ്റെ ജീവൻ ഇന്നിവിടെ ഞങ്ങൾ എടുത്തിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞ് രണ്ടുപേരോട് പോകാൻ തുടങ്ങുമ്പോൾ ഗോമതി പേടിച്ച് ആര്യനെ തടയുക. ആര്യ, നീ ഇതെന്തു ഭാവിച്ച? നീ ഇതെങ്ങോട്ടാ? പല തവണ കൃഷ്ണമംഗലത്തുകാരോട് ഞങ്ങൾ ക്ഷമിച്ചിട്ടുള്ളതാ, പക്ഷേ ഇത് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറയാം. അപ്പോഴത്തേക്കും അനു പറയും, ഏട്ടാ ഏട്ടാ എന്നും പറഞ്ഞ് കരയുമ്പോഴത്തേക്കും ആകാശ് അനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് പറയും, നീ മിണ്ടിപ്പോകരുത്, നിന്നെ ആണല്ലോടി ഞങ്ങൾ ഇത്രയും കാലം ഇത്രയധികം സ്നേഹിച്ചത്, നിനക്ക് വേറെ ആരെയും സ്നേഹിക്കാൻ കിട്ടിയില്ലേടി എന്ന് അനുവിനോട് ആകാശ് ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പം ഏട്ടാ എന്നും പറഞ്ഞ് കരയാ. ആര്യനാണെങ്കിൽ പുറത്തോട്ട് പോകാനായിട്ട് തുടങ്ങുക. ബാ ഏട്ടാ, നമുക്ക് പോകാം ഏട്ടാ എന്ന് പറയാണ് കേട്ടോ. അപ്പം രണ്ടുപേരും കൂടി പോകാനായിട്ട് തുടങ്ങും. ഇന്ന് അവരെ ഒരു പാഠം പഠിപ്പിക്കണം. ഇനി ദേവമംഗലത്തുള്ള ഒരാളുടെ ദേഹത്ത് ഒരു മണൽത്തരി പോലും ഇടാൻ അവന്മാർക്ക് ധൈര്യം വരാൻ പാടില്ല. ആ അലോക്, ആ വിഷസർപ്പത്തെ ഇന്നത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് ആര്യനും പോവുകയാണ് കേട്ടോ. പിന്നാലെ തന്നെ ആകാശം പോവാം. ഇത് കാണുമ്പോൾ മീനും ഗോമതിയും കൂടി ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുക. ബാലേട്ടൻ എന്ത് ഭാവിച്ച ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നത്? അവന്മാരെ ഒന്ന് തടയു ബാലേട്ട. ബാലനാണെങ്കിൽ ആര്യനെ പിന്നിൽ നിന്ന് വിളിക്കുക, ആര്യ എന്ന് പറയാം. എന്നിട്ട് പറയും, നീ അവൻ്റെ തലയെടുക്കുന്നതിന് മുൻപേ തലയെടുക്കേണ്ട ഒരാളുണ്ട്, നിന്റെ പെങ്ങള്. അവളാ ഏറ്റവും വലിയ തെറ്റ് ചെയ്തത്, ഈ വീട്ടിലേക്ക് അവനെ വിളിച്ചു കയറ്റിയത് ഇവളാ എന്ന് പറയണേ കേട്ടോ. അത് കേൾക്കുന്ന ആര്യനും ആകാശവും അച്ഛൻ എന്താ പറയുന്നതെന്നുള്ള രീതിയിൽ അച്ഛൻ്റെ വാക്കുകൾ കേട്ട് നിൽക്കുക.
ആദ്യം നീ ഇവളെ കൊല്ല്, അതാ വേണ്ടത്. ഈ നാശം പിടിച്ചവളെ നീ ആദ്യം കൊല്ല്, അതിനുശേഷമേ അവനെ കൊല്ലാൻ ചെല്ലാൻ പാടുള്ളൂ. ഇവളെ ആദ്യം കൊന്നിട്ട് അവൻ്റെ കഴുത്തറുത്തുകൊണ്ട് നീ വാ എന്ന് പറയാ. ഇത് കേൾക്കുമ്പോഴേക്കും അനു പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ. മീനുവും അതുപോലെ ഗോമതിയും ഒക്കെ പേടിച്ച് വിറച്ച് നിൽക്കുക. ഇനി ഇവക്കൊരു ജീവിതം ഉണ്ടാവില്ല, അത്രയ്ക്ക് നല്ല കാര്യമാണല്ലോ ഇവള് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ബാലൻ പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ആര്യനും ആഘോഷവും അച്ഛൻ്റെ വാക്കുകൾ കേട്ട് നിൽക്കുക. എടാ, നിന്റെയൊക്കെ പെങ്ങളുടെ റൂമിലാ അലോക് ഇരുന്നത്, നിനക്കൊക്കെ അറിയാവോ എന്ന് ബാലൻ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പം ആകാശും അരുണും പരസ്പരം നോക്കുക. എടാ, നിങ്ങൾ പോയി അവിടെ ബഹളം വെച്ച് ഇത് നാട്ടുകാരെ കൂടി അറിയിക്കണോ അല്ലേടാ? നാട്ടുകാരെ എന്തിനാ അവൻ ഇവിടെ കയറിയെന്ന് ചോദിക്കുമ്പം ഇവിടുത്തെ പെണ്ണിനെ കാണാനെന്ന് അവൻ വിളിച്ചു പറയും. അതോടുകൂടി നമ്മുടെ അന്തസ് എന്താവും? ഈ നാട്ടിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പിന്നെ പറ്റുമോ? ദേവമംഗലത്തെ അനുശ്രീയുടെ മുറിയിൽ നിന്ന് അലോകിനെ പിടിച്ചുവെന്ന് ലോകം മുഴുവനും അറിയിച്ചാൽ നിനക്കൊക്കെ തൃപ്തിയാകുമല്ലോ എന്ന് ആര്യനോടും ആകാശിനോടും ബാലൻ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന അനു കുറ്റബോധം കൊണ്ട് തല കുനിച്ചു നിൽക്കുക. അച്ഛ, ഇങ്ങനെയൊന്നും പറയല്ലേ അച്ഛ എന്ന് പറയാ. ചെല്ലടാ, ചെല്ല്, എല്ലാവരെയും അറിയിക്കുക. എന്താന്ന് വെച്ചാൽ നീയൊക്കെ ചെയ്യുക, ഞാനൊന്നും എതിർത്ത് പറയുന്നില്ല. അധികാരം ചെയ്യാൻ ഇറങ്ങുന്നതിന് മുന്നേ എൻ്റെ മക്കൾ ഒരു കാര്യം കൂടി ചിന്തിച്ചോ? നിങ്ങളുടെ അനിയത്തിയുടെ ജീവിതം തന്നെയാണ് ഇല്ലാതാകാൻ പോകുന്നത്. അവൾ ഇവിടെ കെട്ടാച്ചരക്കായിട്ട് നിന്നു പോകും. പേരുദോഷം കേൾപ്പിച്ച ഒരു പെണ്ണിനെ കെട്ടാൻ ഏതെങ്കിലും നല്ല ചെറുക്കന്മാർ വരുമോ? ഇവളെ ഇങ്ങനെ നിർത്തിയാൽ മതിയോ? ആരെയും കൊണ്ട് ഇവളെ കെട്ടിച്ചു വിടണ്ടേ? അതിന് നാട്ടുകാരെ മൊത്തം ഇത് അറിയിക്കാതിരിക്കേണ്ടത് നമ്മുടെ ആവശ്യം കൂടി അല്ലേടാ എന്ന് ചോദിക്കുക. നമുക്ക് എല്ലാം നിശബ്ദമായി സഹിച്ചേ പറ്റൂ, നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ലടാ. ഇപ്പം നിങ്ങൾ അവിടെ പോയി ബഹളം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം അറിയും. ദേവമംഗലത്തെ അനുശ്രീ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് വരും. അലോകിനൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇവള് വിളിച്ചിട്ട അവൻ വന്നേന്ന് അവൻ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാലത്തെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. പിന്നെ ഇവളുടെ ഭാവി എന്താകും? ഇവളെപ്പറ്റി ആളുകൾ എന്തൊക്കെയാവും പറഞ്ഞു നടക്കുന്നത്? അതുകൊണ്ടാണ് നിങ്ങളെക്കാൾ രോഷവും ദേഷ്യവും വാശിയും ഒക്കെ മനസ്സിലുണ്ടായിട്ടും ഒന്നും പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയാതെ നിശബ്ദനായി ഞാനിവിടെ നിൽക്കുന്നത്. കാരണം നമുക്ക് മുന്നിൽ വേറെ വഴിയില്ലട മക്കളെ. നമ്മളെ പൂർണ്ണമായിട്ടും തോറ്റു നിൽക്കുക. ഇവള് നമ്മളെ തോൽപ്പിച്ച് കളഞ്ഞു. നമ്മുടെ പുന്നാര മകള് നമ്മളെ തോൽപ്പിച്ച് കളഞ്ഞു ഗോമതി എന്നും പറഞ്ഞ് ബാലൻ തകർന്ന് നിൽക്കുകയാണ് കേട്ടോ. ബാലൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ആകാശുമാര്യനും കത്തി താഴെ ഇടുകയാണ്. എന്നിട്ട് ബാലൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക. ഒന്നും ചെയ്യാൻ കഴിയാതെ അലോക് ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് പോലും അനുശ്രീയുടെ ഭാവി ഓർത്ത് അവർക്ക് നിശബ്ദനായി നിൽക്കേണ്ടതോർത്ത് അവരാകെ വേദനയോടെ ദേഷ്യം കടിച്ചമർത്തി നിൽക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന അനുമോള് കുറ്റബോധം കൊണ്ട് തല താഴ്ത്തി നിൽക്കുകയാണ്. അച്ഛൻ എത്രമാത്രം അധപ്പതിച്ച ഒരു പെൺകുട്ടിയായിട്ടാണ് തന്നെ കാണുന്നതെന്ന തിരിച്ചറിവിൽ ഭൂമി പിളർന്ന് താഴോട്ട് പോയാൽ മതി എന്നുള്ള ചിന്ത പോലും അനുവിനുണ്ടാവുകയാണ്. അനുവിൻ്റെ ഈ തകർന്ന അവസ്ഥ കാണുന്ന മീനുവിന് അവളോട് സഹതാപം തോന്നുന്നുണ്ടെങ്കിലും ഇപ്പം എല്ലാവരുടെ മുന്നിൽ വെച്ച് അവളോട് ഒരു നല്ല വാക്ക് പോലും പറയാൻ കഴിയാതെ മീനുവും നിശബ്ദയായി നിൽക്കുകയാണ്. ഗോമതിയും ബാലൻ്റെ വാക്കുകൾ കേട്ട് മക്കളോട് പറയാം, അതേ മക്കളെ, ഇപ്പം നമ്മളിവിടെ നിശബ്ദരായി നിന്നേ പറ്റൂ. അനുമോളുടെ ഭാവി അത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. നാട്ടുകാരെ ഇത് അറിയിക്കാതെ നോക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇതിപ്പം എല്ലാവരും അറിഞ്ഞാൽ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. നഷ്ടപ്പെടുന്നതും നാശങ്ങളും മുഴുവൻ നമുക്ക് മാത്രമായിരിക്കും. കാരണം ഇവളൊരു പെൺകുട്ടി ആയതുകൊണ്ട് എന്ന് പറയാണ് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും